രാഹുൽ ഗാന്ധിക്കൊപ്പം പദവി കൊടുത്ത് ഒപ്പത്തിനൊപ്പം ഇരുത്തിയ തരൂരിനെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച് സ്വയം നാറുകയാണ് കോൺഗ്രസിന് പുല്ലുവില കൊടുത്ത് പോയ പത്മജ. ബി.ജെ.പി തനിക്കെന്തോ വലുത് പുഴുങ്ങി വെച്ച് എന്ന് കരുതി ബി.ജെ.പിയിലേക്ക് പോയിട്ട് അവസാനം പേരിന് പോലും സ്ഥാനം കിട്ടാതെ ഒരു അനാഥ പ്രേതത്തിനെ പോലെ കിടക്കുന്നവരാണ് തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. പത്മജ ഒട്ടും അപ്ഡേറ്റ് അല്ല എന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസുമായി തനിക്കൊരു പ്രശ്നമില്ല എന്നും തരൂർ പറഞ്ഞതും അദ്ദേഹത്തിന് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തതൊന്നും അവർ അറിഞ്ഞിട്ടില്ല പോലും. താൻ ഒരിക്കലും ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നാണ് തരൂർ തന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. അതൊന്നും പത്മജ അറിഞ്ഞിട്ടേയില്ല. ഈ വിഷയത്തിൽ ഇതുവരെ ബി.ജെ.പി അധ്യക്ഷന്മാരോ മുൻനിര നേതാക്കന്മാരോ സംസാരിക്കാത്ത വേളയിലാണ് പത്മജ വഴിയൊരു ക്ഷണമെന്നതാണ് ശ്രദ്ധേയം. തരൂർ ജിക്ക് ബി.ജെ.പിയിലേക്ക് സ്വാഗതമെന്നാണ് പത്മജയുടെ വാക്കുകൾ. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. ഞാൻ മുമ്പ് പറഞ്ഞത് ഇപ്പൊ തരൂർജി പറയണമെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞൊന്നും തെറ്റല്ല എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഞാൻ പല KPC മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചാൽ പറയും വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ ഒരു പരിപാടിക്കും പങ്കെടുപ്പിക്കില്ല. ഒരു അകറ്റി നിർത്തുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് പാർട്ടിക്കാർ. അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ്, മറ്റേ വീട്ടമ്മമാർ, അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കുള്ള അറിവ്. പക്ഷെ കോൺഗ്രസ്സുകാരെന്തോരം അയിത്തന്മാരി മാറ്റി നിർത്തുമായിരുന്നു, അപമാനിക്കും കോൺഗ്രസ്. അതാണ് ഞാൻ ഒരിക്കലും ഒരു സ്ഥാനമാനം ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോകുന്നത്. അതെനിക്കുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. മറ്റേതിട്ട് അപമാനിച്ച് എന്താ പറയേണ്ടത്, ഞാൻ പല ദിവസങ്ങളിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട്. ആ രീതിയിലുള്ള അപമാനം. തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, ഏത് പാർട്ടി വേണം എന്ത് വേണം എന്നൊക്കെയുള്ള. പക്ഷേ ഇനി ശശി തരൂർ അതിൽ തുടരുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അപമാനിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ ഛർദ്ദിച്ചതെല്ലാം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നല്ലോണം പറഞ്ഞു, അതിന് മറുപടി ഇവർ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മോളിൽ നിന്ന് കണ്ണൂരിട്ടിയപ്പോൾ എല്ലാവരും ബാലും ചുരുട്ടി പിന്നോട്ട് പോയി. ഇത്രയും എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അത് സ്ഥിരമുള്ള കാര്യമാണ്. കാരണം മുകളിലത്തെ എന്താ മനസ്സെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഇവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുക. ജനങ്ങളുടെ മനസ്സല്ല അവർക്ക് കാര്യം. ഇവർക്ക് അവരവരുടേതായിട്ടുള്ള ഗ്രൂപ്പ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാരെത്രയാണ് ഇതിൽ ആരെ മുഖ്യമന്ത്രിയാക്കുന്നത്? അതിന് ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരുമിച്ച് മുഖ്യമന്ത്രി ആക്കേണ്ടി വരും, ഇല്ലെങ്കിൽ മറ്റാൾ പാലം വലിക്കും. അതുകൊണ്ട് UDFന്റെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും കൂടി എനിക്ക് തോന്നണം ഇത് കേട്ടപ്പോൾ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിൽ അവരവരുടെ തീരുമാനമാണ്. അദ്ദേഹം എത്രയോ വിവരമുള്ള മനുഷ്യനും എത്രയോ കാര്യങ്ങൾ നമ്മൾ പോയി വിളിക്കേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം അത് നമ്മൾ പറയുന്ന ഇപ്പോഴും ഈ മിനിറ്റിലും ഞാൻ പറയണം അദ്ദേഹത്തിന് സ്വാഗതം. കാരണം ഒരേ വേവ് ലെങ്ത്. കാരണം ഞാനൊക്കെ അങ്ങനെ വിഷമിച്ച ഇതെന്ന് പോകുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ അത് എത്ര സത്യമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ, അതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാവരും പോയി ഡൽഹി കണ്ടുവരുന്നല്ലാണ്ട് ഒന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത്ര കാലമായിട്ട് ഒന്നും നടക്കാത്തൊരു കാര്യം. ഞാൻ ഈ പുനഃസംഘടന എന്ന് കേട്ടു തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. ഇന്ന് വരെ ഒരു DCC സെക്രട്ടറിനെ പോലും മാറ്റിയിട്ടില്ല. തൃശ്ശൂർ പോലെയുള്ള കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു DC പ്രസിഡന്റിനെ വയ്ക്കാൻ നോക്കുമ്പോൾ എന്താ പറയുക, ആളില്ല. ഇത്ര ഗതികേടോ കോൺഗ്രസിന്? ഒരു പേര് പോലും നമുക്ക് പറയാനില്ല അവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവരിനിപ്പോൾ ഡൽഹിക്ക് വിളിച്ചാൽ നേതാക്കന്മാരെ കാണാൻ പോരാ. എൻ്റെ അറിവിൽ പലരും ഈ ഒരു ജംബോ ഇത് പോണതിന് കൂടെ പോണില്ല എന്നാണ് ഞാൻ കേട്ടത്. ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോകാം എന്ന് പലരും എന്നോട് വിശേഷം പങ്കുവെക്കണ കൂട്ടത്തിൽ ഞാൻ കേട്ടു. സത്യമാണോ എന്ന് എനിക്കറിയില്ല, പോകുമ്പോൾ അറിയാം. അതെ. ഞാൻ ലാലിയോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ പൊതുവെ കോൺഗ്രസ്സുകാരോട് എനിക്ക് ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. ഇപ്പോഴും ഞാൻ സുഹൃത്ത് ബന്ധം നന്നായിട്ട്, എൻ്റെ പിതാവിൻ്റെ മാതിരിയാണ് ഞാൻ ബന്ധങ്ങൾ എല്ലാ പാർട്ടിയിലും എനിക്ക് സുഹൃത്തുക്കൾ ഇതുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ലാലിയോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളതൊന്നും. അതിനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നടക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ.